ബൈബിളിന്റെ കഥയിൽ ക്രമക്കേടിൽ നിന്നും ഇരുട്ടിൽ നിന്നും വ്യവസ്ഥ രൂപപ്പെടുത്തി ദൈവം ലോകം സൃഷ്ടിക്കുന്നു. ഒരു കലാകാരനെ പോലെ ജീവൻ വർദ്ധിക്കാനുള്ള ഒരു സ്ഥലം സൃഷ്ടിക്കുന്നു. ശരിയാണ്. ഇന്നും അരാജകത്വത്തിലേക്കും ശൂന്യതയിലേക്കും വഴുതി വീഴുന്നതിൽ നിന്നും തടയുന്ന ദൈവത്തിന്റെ ക്രമപ്പെടുത്തുന്ന ശക്തി പ്രവർത്തിക്കുന്നു. അങ്ങനെ ബൈബിളിൽ ഈ ക്രമപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ മനുഷ്യരാശിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഈ തുടർച്ചയായ ക്രമപ്പെടുത്തലിൽ ദൈവത്തോടൊപ്പം പങ്കാളിയാകാൻ സ്ത്രീ ജ്ഞാനം നമ്മെ ഉപദേശിക്കേണ്ടതുണ്ട്. സ്ത്രീ ജ്ഞാനമോ? അതാരാ? നമുക്കത് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിൽ കണ്ടെത്താം. അതായത് എബ്രായ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു ചുരുളുണ്ട്. ഇത് ജ്ഞാനം നേടുന്നതിനെക്കുറിച്ചുള്ളതാണ്. ചുരുളിന്റെ ഭൂരിഭാഗവും ചെറിയ സദൃശ്യവാക്യങ്ങളുടെ ഒരു സമാഹാരമാണെങ്കിലും പ്രതീകാത്മകമായ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്ന 9 അധ്യായങ്ങളിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ജ്ഞാനിയും പിതൃതുല്യനായ ഒരു രാജാവും സ്ത്രീജ്ഞാനം എന്ന ഒരു സ്ത്രീയുമുണ്ട്. തുടർന്ന് സ്ഥിരതയിലേക്കും ജീവനിലേക്കും നയിക്കുന്ന ദൈവിക ജ്ഞാനം അവർ വാഗ്ദാനം ചെയ്യുന്നു. ഒരു ദുഷ്ടപുരുഷനും ഭോഷയായ സ്ത്രീ എന്ന് വിളിക്കുന്ന ഒരു കൗശലക്കാരിയുമുണ്ട്. അവരുടെ ജീവിത രീതി ആകർഷണീയമാണ്, എന്നാൽ അത് ക്രമമില്ലായ്മയിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു. ശരി, അപ്പോൾ ഈ ഭാഷണങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിന് നിങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങൾ ആരുടെ ഉപദേശം കേൾക്കും? ശരിയാണ്. ഈ വ്യത്യസ്തരായ ദമ്പതികൾ മനുഷ്യനായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മോട് പറയുന്ന നിരവധി ശബ്ദങ്ങളുടെ കാവ്യാത്മക ചിഹ്നങ്ങൾ പോലെയാണ്. അങ്ങനെ സദൃശ്യവാക്യങ്ങളിൽ അവരെല്ലാം എന്റെ മകനെന്ന് ഉടനീളം പരാമർശിക്കുന്ന വായനക്കാരൻ എന്ന നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്നു. മനസ്സിലായി. ഇപ്പോൾ ഈ ഭാഷണങ്ങളെയെല്ലാം 3 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. ഇപ്പോൾ നാം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായമാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഉജ്ജ്വലയായ സ്ത്രീയുടെ ഒരു ദീർഘമേറിയ പ്രസംഗമാണിത്. സ്ത്രീ ജ്ഞാനം. അവൾ ദൈവിക ജ്ഞാനത്തിന്റെ വ്യക്തിരൂപമാണ്. ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവൾ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലെ ഇടവഴിയിൽ നിൽക്കുന്നു. ജ്ഞാനം വിളിച്ചു പറയുകയും വിവേകം അവളുടെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നില്ലയോ? പാതയുടെ ഉയർന്ന ഇടത്തിലും ഇടവഴിയിലും അവൾ നിൽക്കുന്നു. പട്ടണവാതിലിന്റെ അരികിലും ഗോപുരത്തിങ്കലും അവൾ ഘോഷിക്കുന്നു. തുടർന്ന് സ്ത്രീ ജ്ഞാനം അവളുടെ ഭാഷണം ആരംഭിക്കുന്നു. ഇതിന് 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ ജ്ഞാനം അവളുടെ മൂല്യത്തെ പ്രഖ്യാപിക്കുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും ശുദ്ധമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. ഭംഗിയുള്ളതൊന്നും അതിന് തുല്യമാകയില്ല. ജ്ഞാനത്തിൽ ജീവിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ കാര്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. ആരോഗ്യം, ബന്ധങ്ങൾ, ധാർമ്മിക സമഗ്രത, സ്ഥിരവും ഫലപ്രദവുമായ ജീവിതം. നിങ്ങൾക്കവയെ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല. ശരിയാണ്. അവളുടെ ഭാഷണത്തിന്റെ 3-ാം ഭാഗത്തിൽ അവൾ അതേ ആശയം ആവർത്തിക്കുന്നു. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. എന്റെ ഫലം തങ്കത്തിലും ഞാൻ നൽകുന്നത് വെള്ളിയിലും നല്ലത്. ഇനി നമുക്ക് അവളുടെ പ്രസംഗത്തിന്റെ 2-ാം ഭാഗത്തേക്ക് പോകാം. ദൈവത്തിന്റെ ജ്ഞാനം വളരെ പ്രായോഗികമാകുന്നുവെന്ന് അവിടെ നാം പഠിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും ഇതിനെ ആശ്രയിക്കുന്നു. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം രാജാക്കന്മാരും പ്രധാനികളും ന്യായാധിപതികളും ആധിപത്യം നടത്തുന്നു. ഇപ്പോൾ നീതിയെ നടത്തുന്നു എന്ന വാക്ക് വരുന്നത് എബ്രായ പദമായ ഖഖാക്കിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ കൊത്തിയെടുക്കുക അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യുക എന്നാണ്. പുരാതന രാജാക്കന്മാർ എങ്ങനെയാണ് നീതിയുടെ നിയമങ്ങൾ പലകകളിൽ കൊത്തിയെടുത്തത് എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു നല്ല നേതാവ് ന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ക്രമക്കേടിനെയും അനീതിയെയും നേരിടുന്നു. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് ചെയ്യുന്നത്. ശരിയാണ്. ജ്ഞാനികളായ നേതാക്കന്മാർ ദൈവത്തിന്റെ സാദൃശ്യങ്ങളായി മാറുന്നു. അവർ കുഴപ്പങ്ങളിൽ നിന്നും വ്യവസ്ഥ കൊത്തിയെടുത്തുകൊണ്ട് തങ്ങളുടെ വിധികളാൽ സൃഷ്ടിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ വിധികൾ പലകകളിൽ എഴുതിയിട്ടില്ല, മറിച്ച് അവ സൃഷ്ടിയുടെ തുണിയിൽ നെയ്തതാണ്. വാസ്തവത്തിൽ സ്ത്രീ ജ്ഞാനപ്രസംഗത്തിന്റെ അവസാന ഭാഗവും അതാണ്. ആദിയിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നെന്ന് അവൾ അവകാശപ്പെടുന്നു. യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക. ലോകത്തിലേക്ക് ദൈവം എങ്ങനെയാണ് ക്രമം കൊത്തുപണി പോലെ കൊണ്ടുവന്നതെന്ന് വിശദീകരിക്കാൻ അവൾ ആ എബ്രായ പദമായ ഖഖാക്ക് ആവർത്തിക്കാൻ പോകുകയാണ്. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴുമുണ്ടായിരുന്നു. ഇവിടെ ദൈവം ഇരുണ്ട താറുമാറായ വെള്ളത്തെ പകുതിയായി പിളർത്തി വെള്ളത്തെ മുകളിലും താഴെയുമാക്കുന്നു. വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചു. ഇത് കടലിനെ തടഞ്ഞു നിർത്തി
ദൈവം ഉണങ്ങിയ നിലത്തിന്റെ അതിരുകൾ സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യർക്ക് സമാധാനത്തിൽ അഭിവൃദ്ധിപ്പെടാൻ കഴിയും. അവൻ ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉണങ്ങിയ നിലം തിരികെ താറുമാറായ കടലിലേക്ക് പോകാതിരിക്കാൻ താഴെ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന് ബൈബിൾ എഴുത്തുകാർ സങ്കല്പിക്കുന്നു. അപ്പോൾ ഇതാണ് ബൈബിളിൽ ഉടനീളം വിവരിച്ചിരിക്കുന്ന 3 തലങ്ങളുള്ള പ്രപഞ്ചം. ശരിയാണ്. ഇങ്ങനെയാണ് ഇസ്രായേലും അവരുടെ എല്ലാ പുരാതന അയൽക്കാരും ലോകത്തെ സങ്കല്പിച്ചിരുന്നത്. ഇതും ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ജ്ഞാനപൂർണമായ കൊത്തുപണി കഴിവുകളാൽ മാത്രമാണ് ഉണങ്ങിയ നിലം നിൽക്കുന്നതും ചുറ്റുമുള്ള അരാജകത്വത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതും. അത് മനോഹരമാണ്. അതെ, ഇത് ആഘോഷിക്കേണ്ടതുമാണ്. സ്ത്രീ ജ്ഞാനം പറയുന്നത് പോലെ, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം ക്രമീകൃതമായ പ്രപഞ്ചത്തിലും മനുഷ്യരാശിയിലും ആനന്ദിക്കുന്നു. അതെ, കാരണം മനുഷ്യർ ദൈവത്തിന്റെ സാദൃശ്യമാണ്. ഇവിടെ തന്റെ ലോകത്തിൽ തങ്ങളുടേതായ ചെറിയ അടയാളങ്ങൾ കൊത്തിയെടുക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാകുന്നു. പക്ഷേ മനുഷ്യർ തങ്ങളുടെ സ്വന്തം കണ്ണിൽ ശരിയെന്ന് തോന്നുന്നത് ചെയ്തുകൊണ്ട് മിക്കപ്പോഴും ദൈവത്തിന്റെ ജ്ഞാനം നിരസിക്കുന്നു. അങ്ങനെയാണ് ബൈബിളിൽ മനുഷ്യർ സൃഷ്ടിയെ കുഴപ്പത്തിലേക്കും അന്ധകാരത്തിലേക്കും തിരികെ വലിച്ചുകൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ സകല സൃഷ്ടികൾക്കും സമാധാനത്തിൽ അഭിവൃദ്ധിപ്പെടാൻ കഴിയുന്ന സ്ഥലവും സമൂഹങ്ങളും സൃഷ്ടിക്കുകയും ലോകത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന അവന്റെ പദ്ധതിയിൽ നാം പങ്കാളികളാകുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ്. അഥവാ തന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ സ്ത്രീ ജ്ഞാനം ഇപ്രകാരം പറയുന്നത് പോലെ, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും സ്ത്രീ ജ്ഞാനം ഒരു തിരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുകയും ലോകത്തിന് ക്രമവും സൗന്ദര്യവും നീതിയും നൽകുമോ? അതോ ഞാൻ എന്റെ സ്വന്തം ജ്ഞാനത്തിൽ സ്വാർത്ഥതയോടെ ജീവിച്ച് സൃഷ്ടിയെ അത് വന്ന അരാജകത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമോ? അതാണ് ബൈബിൾ കഥയിലുടനീളം ഇന്നും മനുഷ്യരുടെ മുമ്പിലുള്ള തീരുമാനം. നിങ്ങൾ ഏത് വഴി തിരഞ്ഞെടുക്കും? സ്ത്രീ ജ്ഞാനം നിങ്ങളുടെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു.